നമസ്തേ. വിദ്യാർത്ഥികളുടെ ഭാവിയാണോ വലുത്, രാഷ്ട്രീയ സമരമാണോ വലുത്? ഒരു വശത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ കാത്തുനിൽക്കുന്നു. മറുവശത്ത് പരീക്ഷ എഴുതാനെത്തുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പോലും നോക്കാതെ കോൺഗ്രസ് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും വെറും മിനിറ്റുകളുടെ വൈകൽ കൊണ്ട് തകർന്നടിയുക. ഇന്നലെ നടന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയ്ക്കിടെ ഹൃദയഭേദക ദൃശ്യങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് പുറത്തുവന്നത്. നഗരത്തിലെ പാലസ് റോഡിലുള്ള ഗവൺമെന്റ് രാമനാരായണ ചെല്ലാരം കോളേജിലെ പരീക്ഷാ കേന്ദ്രത്തിന് പുറത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾ കണ്ണീരോടെ നിൽക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കോൺഗ്രസ് റാലിയിൽ കുടുങ്ങി വൈകിയെത്തിയ വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ടിംഗ് സമയപരിധി കഴിഞ്ഞതിനാൽ പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശനം അനുവദിച്ചില്ല. ഒരു വീഡിയോയിൽ പരീക്ഷ നഷ്ടമാകുമെന്ന ഭയത്തിൽ ഒരു വിദ്യാർത്ഥിനി അടഞ്ഞ ഗേറ്റ് കയറി അകത്തു കടക്കാൻ ശ്രമിക്കുന്നതും കാണാം. വർഷങ്ങളായുള്ള കഠിനാധ്വാനവും സ്വപ്നങ്ങളും മിനിറ്റുകളുടെ വൈകല്യത്തിൽ തകർന്നു വീണ കാഴ്ചയായിരുന്നു അത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെ രാജ്യത്തുടനീളം കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് നീറ്റ് UG പുനഃപരീക്ഷ നടന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ നിർണായക പരീക്ഷയ്ക്കിടെയാണ് ബംഗളൂരുവിൽ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. പാലസ് ഗ്രൗണ്ടിൽ നടന്ന കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചുമതലയേൽക്കൽ ചടങ്ങിനെ തുടർന്നുണ്ടായ കനത്ത ഗതാഗത കുരുക്കാണ് ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സമയത്ത് എത്താൻ തടസ്സമായതെന്നാണ് ആരോപണം. പരീക്ഷാ ദിവസം തന്നെ നഗരമധ്യത്തിൽ വൻ രാഷ്ട്രീയ സമ്മേളനം സംഘടിപ്പിച്ചത് ഭരണകൂടത്തിന്റെ മുൻഗണനകളെ ചോദ്യം ചെയ്യുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. BJP നേതാവ് BY വിജയേന്ദ്ര കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. എന്നിട്ടും പാലസ് ഗ്രൗണ്ടിൽ KPCC പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചു. അതുമൂലം ബംഗളൂരുവിൽ എത്ര വലിയ ഗതാഗത കുരുക്കുണ്ടാകുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ രാഷ്ട്രീയ ശക്തി പ്രകടനത്തിനാണ് കോൺഗ്രസ് മുൻഗണന നൽകിയതെന്ന് വിജയേന്ദ്ര ആരോപിച്ചു. ആഴ്ചകളായി വിദ്യാർത്ഥികളുടെയും പരീക്ഷാ വിഷയങ്ങളുടെയും പേരിൽ രാഷ്ട്രീയം കളിച്ചവർ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണ ആവശ്യമുള്ള സമയത്ത് ഉത്തരവാദിത്തം പോലും കാണിച്ചില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ഈ ട്രാഫിക് കുരുക്ക് കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നത്. വിദ്യാർത്ഥികൾക്ക് സൗകര്യമുള്ളപ്പോൾ അവരെ ഉപയോഗിക്കുകയും അസൗകര്യമുണ്ടാകുമ്പോൾ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനമാണ് അവർ കാണിച്ചത് എന്നും വിജയേന്ദ്ര കുറ്റപ്പെടുത്തി. ഒരു പരീക്ഷ നഷ്ടപ്പെടുന്നത് ഒരു ദിവസം നഷ്ടപ്പെടുന്നതല്ല. ചിലർക്കത് ഒരു വർഷം, ചിലർക്കത് ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമാണ്. പരീക്ഷയുടെ ഗൗരവം അറിയാമായിരുന്നിട്ടും ട്രാഫിക് നിയന്ത്രണം പോലും ഉറപ്പാക്കാൻ സാധിക്കാത്തത് കോൺഗ്രസ് സർക്കാരിന്റെ ഗുരുതര ഭരണപരമായ വീഴ്ചയാണെന്ന വിമർശനം ശക്തമാകുകയാണ്. രാഷ്ട്രീയ റാലികൾക്കും ശക്തി പ്രകടനങ്ങൾക്കും സമയം കണ്ടെത്തുന്ന ഭരണകൂടം വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ബംഗളൂരു ഉയർത്തുന്ന ഈ ചോദ്യം രാജ്യത്താകമാനം ചർച്ചയാവുകയാണ്. BK ഹരിപ്രസാദ് പാർട്ടിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലെ പാലസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മെഗാ കൺവെൻഷനാണ് വൻ ഗതാഗത കുരുക്കിന് കാരണമായതെന്നാണ് BJPയുടെ ആരോപണം. കന്നഡ മാധ്യമരംഗങ്ങളും ഈ വാർത്ത ശരിവെക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ദിവസം തന്നെ നഗരമധ്യത്തിൽ മെഗാ റാലി സംഘടിപ്പിച്ചതിന് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് BJP MP ആയ തേജസ്വി സൂര്യ. കോൺഗ്രസിന് റാലിക്കായി മറ്റേതെങ്കിലും ദിവസം തെരഞ്ഞെടുക്കാമായിരുന്നുവെങ്കിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്തെ ഏറ്റവും നിർണായകമായ പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റ് എഴുതുന്ന ദിവസം തന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്ന റാലിക്ക് കോൺഗ്രസിന് മറ്റേതെങ്കിലും ദിവസം തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് എഴുതുന്ന ദിവസം തന്നെയാണ് അവർ തെരഞ്ഞെടുത്തത്. ബംഗളൂരുവിൽ വലിയ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായതിനാൽ നിരവധി വിദ്യാർത്ഥികൾ വൈകി. ചിലർ പരിഭ്രാന്തരായി പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി അകത്തേക്ക് കടക്കാൻ അധികൃതരോട് അപേക്ഷിക്കേണ്ടി വന്നു എന്ന് തേജസ്വി സൂര്യ എക്സിൽ കുറിച്ചു. ആഴ്ചകളായി രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെയും പരീക്ഷകളെയും കുറിച്ച് മുതലക്കണ്ണീർ പൊഴിക്കുകയാണെന്ന് തേജസ്വി സൂര്യ വിമർശിച്ചു. ആ ആശങ്ക യഥാർത്ഥമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നിന്റെ ദിവസം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു മെഗാ രാഷ്ട്രീയ റാലി നടത്തുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഒഴിവാക്കുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ നാടകങ്ങളല്ല, പരിഗണനയും ഉത്തരവാദിത്വമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. വിദ്യാർത്ഥികളോടുള്ള ആശങ്ക ഡൽഹിയിൽ ഒരു മുദ്രാവാക്യവും ബംഗളൂരുവിൽ ഒരു അസൗകര്യമാകാൻ പാടില്ല എന്നും തേജസ്വി സൂര്യ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് സർക്കാരിന് വേണ്ടി പ്രതികരിച്ച പ്രിയങ്ക ഖാർഗെ RT നഗർ ഭാഗത്ത് നിന്ന് യാത്ര ചെയ്ത ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് പരീക്ഷ എഴുതാതിരുന്നതെന്നും കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്നും പറഞ്ഞു. ബംഗളൂരു ട്രാഫിക് പോലീസ് നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് ട്രാഫിക് മുന്നറിയിപ്പുകളും യാത്രാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം നീറ്റ് UG പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത് വളരെ വൈകിയാണ്. ഔദ്യോഗിക വിവരം അനുസരിച്ച് ഉച്ചയ്ക്ക് 1:15-ഓടെയാണ് പ്രധാനമന്ത്രി ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. നീറ്റ് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കാനിരുന്നതിനാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന നിർണായക കാലയളവിൽ ദേശീയ തലസ്ഥാനത്ത് ഗതാഗതം സുഗമമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് തീരുമാനമെടുത്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നീക്കത്തിന് പലപ്പോഴും ഗതാഗത നിയന്ത്രണ നടപടികളും നിയുക്ത റൂട്ടുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങളും ആവശ്യമാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി തന്റെ യാത്ര വൈകിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് നീറ്റ് യുജി പുനഃപരീക്ഷ ആരംഭിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്ന് തന്റെ വസതിയിലേക്ക് പോയി. നോക്കൂ, ഒരു വശത്ത് പ്രധാനമന്ത്രി കുട്ടികളുടെ പരീക്ഷയ്ക്ക് തടസ്സമാകാതിരിക്കാൻ സ്വന്തം യാത്ര പോലും വൈകിപ്പിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് റാലി നടത്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു. ഈ 2 ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കേണ്ട സമയമാണിത്. ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും സംബന്ധിച്ച ആരോപണങ്ങളെ തുടർന്ന് നേരത്തെ നടത്താനിരുന്ന പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് നീറ്റ് യുജി പുനഃപരീക്ഷ നടത്തിയത്. ഇന്ത്യയിലെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തുള്ള 14 കേന്ദ്രങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനാൽ നീറ്റ് യുജിക്കായി NTA വിപുലമായ സുരക്ഷാ ശൃംഖല ഏർപ്പെടുത്തിയിരുന്നു. 95,000-ലധികം പരീക്ഷാ മുറികൾ, 1.38 ലക്ഷം CCTV ക്യാമറകളിലൂടെ നിരീക്ഷിക്കപ്പെടുന്നു. ഇവയ്ക്ക് AI അധിഷ്ഠിത നിരീക്ഷണം പിന്തുണയ്ക്കുന്നു. ഇലക്ട്രോണിക് തട്ടിപ്പ് തടയുന്നതിനായി 51,000-ലധികം സിഗ്നൽ ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പരീക്ഷയുടെ സുഗമവും സുരക്ഷിതവുമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് 6,700 നിരീക്ഷകർ, 100-ലധികം വെർച്വൽ മോണിറ്റർമാർ, ഏകദേശം 39,000-ലധികം ഫ്രിസ്കിംഗ് ഉദ്യോഗസ്ഥർ, 48,000-ലധികം ബയോമെട്രിക് വെരിഫിക്കേഷൻ ജീവനക്കാർ, സമർപ്പിത സെന്റർ സിസ്റ്റം ഓഫീസർമാർ എന്നിവരും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷകളിൽ ഒന്നായി ഈ പരീക്ഷ തുടരുന്നു. ബിരുദ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള കവാടമായി ഇത് പ്രവർത്തിക്കുന്നു. അതേസമയം നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാം വഴി ചോർന്നെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് ദേശീയ പരീക്ഷാ ഏജൻസിയും NTA കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. പരീക്ഷാ പേപ്പർ ചോർന്നെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും അസത്യവുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിദ്യാർത്ഥികളെ വഞ്ചിക്കാനും പരിഭ്രാന്തി സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ഇത്തരം തെറ്റായ വിവരങ്ങൾ നിർമ്മിച്ചു പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് NTA പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. കുറ്റക്കാർക്കെതിരെ സൈബർ ക്രൈം വിരുദ്ധ ഏജൻസിയായ I4C പോലീസ് എന്നിവരുടെ സഹായത്തോടെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഹാൻഡിലുകളിലൂടെയും മാത്രം വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്നും NTA അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്നാണ് കനത്ത സുരക്ഷയിലും നിരീക്ഷണത്തിലും കഴിഞ്ഞ ഞായറാഴ്ച നീറ്റ് പുനഃപരീക്ഷ വിജയകരമായി നടത്തിയത്. ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ 5000-ലധികം കേന്ദ്രങ്ങളിലായി 13 ഭാഷകളിൽ നടന്ന പരീക്ഷയിൽ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പരീക്ഷ പൂർണ്ണ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സുഗമമായാണ് നടന്നതെന്നും ഇതുവരെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് അറിയിച്ചു. പരീക്ഷാ പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ NTA ശക്തമായി രംഗത്തുണ്ടെന്നും മൂല്യനിർണ്ണയ നടപടികൾ ഉടൻ ആരംഭിച്ച് പതിവിലും വേഗത്തിൽ ഫലം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പ്രകടനങ്ങളും റാലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ പഠനവും പരീക്ഷയും ഭാവിയും അപകടത്തിലാക്കരുത്. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് രാജ്യത്തിന് ആവശ്യം. കാരണം രാഷ്ട്രീയം കാത്തിരിക്കാം, പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ നഷ്ടപ്പെടുന്ന അവസരം തിരിച്ചു കിട്ടില്ല. രാഷ്ട്രീയ പ്രകടനങ്ങളും റാലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ പഠനവും പരീക്ഷയും ഭാവിയും അപകടത്തിലാക്കരുത്. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് പറഞ്ഞല്ലോ. കാരണം രാഷ്ട്രീയം കാത്തിരിക്കാം, പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ നഷ്ടപ്പെടുന്ന അവസരം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.